ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. ഈരാറ്റുപേട്ട നഗരസഭയിൽ 400-ലധികം വീടുകളിലാണ് കഴിഞ്ഞ ദിവസം ഇരച്ചെത്തിയ മലവെള്ളം നാശം വിതച്ചത്. മോട്ടറുകൾ, മിക്സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം വെള്ളം കയറി നശിച്ചു. നടക്കൽ ഫൗസിയ ഓഡിറ്റോറിയത്തിലെത്തിയാൽ ഇങ്ങനെ നശിച്ചുപോയ സാധനങ്ങൾ പണിക്കൂലിയില്ലാതെ ഫ്രീ ആയി നന്നാക്കിയെടുക്കാം. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ക്യാമ്പിൽ ഉച്ചയാകുമ്പോഴേക്കും 300-ലധികം സാധനങ്ങളാണ് നന്നാക്കാനെത്തിയത്. പരമാവധി 2 മണിക്കൂർ കൊണ്ട് സാധനങ്ങൾ നന്നാക്കി തിരികെ നൽകുകയാണ് സന്നദ്ധ പ്രവർത്തകർ. റംഷ CP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈരാറ്റുപേട്ട നടക്കലിൽ മസ്ജിദിന് സമീപമുള്ള ഫൗസിയ ഓഡിറ്റോറിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് റിപ്പയർ ചെയ്യുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യമായിരുന്നു. വീടുകൾ 400ഓളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത്. ആ വെള്ളം കയറിയ വീടുകളിലൊക്കെ നശിച്ചു പോയ സാധനങ്ങൾ, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ, അതിൽ വാഷിംഗ് മെഷീനുകളുണ്ട്, മോട്ടറുകളുണ്ട്, ഫ്രിഡ്ജുണ്ട്, മിക്സി ഉൾപ്പെടെയുള്ള വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തകരാറിലായ, വെള്ളം കയറി തകരാറായ സാധനങ്ങളാണ്. ഇത് സൗജന്യമായാണ് ഇവിടെ ഇവർ നേരെയാക്കി കൊടുക്കുന്നത്. അതായത് വീട്ടുകാർക്ക് ഇവിടെ എത്തിക്കാം. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു ടോക്കൺ നമ്പർ നൽകും. ആ നമ്പർ വാങ്ങി ഇവിടെ സാധനം ഏൽപ്പിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന്, പരമാവധി 2 മണിക്കൂറിനകം തന്നെ ഇവർ അത് വൃത്തിയാക്കി, അത് ശരിയാക്കി തിരികെ ഈ ഉടമസ്ഥരെ വിളിച്ചറിയിക്കും. അവർക്ക് വന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോവാം. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലേ? രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ ഇപ്പോൾ എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്തു? ഇതുവരെ 249 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 249 ആളുകളും. അതെ. അതിൽ മൊത്തം എല്ലാ സാധനങ്ങളും വെള്ളം കയറി പോയത് തന്നെ 200. അപ്പം നമ്മളിവിടെ നിന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്? വന്നതിൽ ഫ്രിഡ്ജുണ്ട്, മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീന്, കുറേ ഐറ്റംസ്, മോട്ടർ, മെയിനായിട്ട് മോട്ടറാണ് വരുന്നത്. ആലുവെന്ന് വന്നതാ ഇങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി വന്നതാണ്? അതെ. സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പോയി ചെയ്യാറുണ്ട്. ഇതിന്റെ ഈ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മാറ്റുന്നത് അവർ ബാക്കി കൊണ്ടുതരും, പാർട്ടി തന്നെ കൊണ്ടുവന്ന് തരണം. ഇൻവേർട്ടറാണ്, വെള്ളം കയറിയ ഇൻവേർട്ടറുകളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം ചൂടാക്കി വെള്ളം കയറി കൊണ്ട് ഇതെല്ലാം ചൂടടുപ്പിച്ച് പരമാവധി ഉണങ്ങാൻ പറ്റും. പിന്നെ ഇതിന് മാറാനുള്ള സാധനമാണെങ്കിൽ അത് മാറി തന്നെ അവിടെ തന്നെ റെഡിയാക്കി ഇവിടെയുള്ള പരിപാടിയിലാണ്. ഇത് എങ്ങനെയാണ്, ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നിലവിൽ ഞങ്ങൾ ശരി, വ്യക്തിപരമായി ലക്ഷങ്ങൾ നഷ്ടമുണ്ടായ മനുഷ്യരാണ്. പക്ഷേ ആ നഷ്ടങ്ങൾക്കിടയിലും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു. പരസ്പരം ആളുകളെ ചേർത്ത് പിടിക്കുന്നു, സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, സാഹോദര്യം കണ്ടെത്തുന്നു. ഈരാറ്റുപേട്ട നല്ല മാതൃക സൃഷ്ടിക്കുകയാണ് വീണ്ടും.